സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് ജിമ്മിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ല അതാരാ ഗൈസ്, ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ആരാണെന്ന്. ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, വള്ളി ആവാതിരുന്നാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വെയ്യ വള്ളി പിടിക്കാം. എൻ്റെ അമ്മോ, ഇത് മറ്റേ GTA സിനിമയോണ്ട് അനിയനല്ലേ ഡേ, നിങ്ങളെന്താ ഇവിടെ? എല്ലാം ഞാൻ തെളിയിച്ച് പറയാം, നീ അകത്തോട്ട് വരാനോ? എന്നാ ഓക്കെ, വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇനി കാര്യം പറയണം. എന്താ കാര്യം? അത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ സിറ്റിയിലെ പുതിയൊരു ഷോറൂം എൻ്റെ ഷോറൂമിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഷോറൂമിൽ റെയർ ആയിട്ടുള്ള 4 കാറുണ്ട്. 2 പിന്നെ കുഴപ്പമില്ല, ജസ്റ്റ് പെയിൻ്റ് അടിച്ചിറക്കിയാന്ന് പറയാം. പക്ഷെ 2 കാറുണ്ട് മോനെ, സൂപ്പർ കാർസാണത്. അതൊരു ബുഗാട്ടിയും മറ്റേതൊരു ഫ്യൂച്ചർ കാറുമാണ്. നീ ചെയ്തു തരേണ്ടത്, നീ ആ കാർ എനിക്ക് ഇവിടെ നിന്ന് എടുത്തു തരണം. ഓക്കെ, ഇതിന്ന് പക്ഷെ എനിക്കെന്ത് കിട്ടും? നീ ആ കാർ എനിക്ക് എടുത്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 10 crore ആ സ്പോട്ട് ഞാൻ നിനക്ക് തരും. 10 കോടിയാ? ഓക്കെ സെറ്റ്, ഞാൻ എടുത്തോണ്ട് തരാം. നിങ്ങളാ ലൊക്കേഷൻ എൻ്റെ വാട്സപ്പിൽ അയച്ചായോ? ഓക്കെ കേസ്, അപ്പോൾ അവനെന്തായാലും നമുക്ക് ലൊക്കേഷനുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അത് എടുത്തു കൊടുത്താൽ മോനെ 10 കോടി രൂപ നമ്മുടെ കൈ കിട്ടും. എൻ്റെ അമ്മോ കേസ്. അപ്പോൾ എന്തായാലും വൈകിക്കട്ടെ. അവൻ പറഞ്ഞ പുതിയ ഷോറൂമാണ്, അവൻ്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ട് എന്തായാലും അങ്ങനെയൊക്കെ വരും. അവൻ്റെ ഫ്രണ്ടാണെന്നും കൂടെയാണ് പറഞ്ഞത്. അപ്പോൾ അവന് ഡയറക്റ്റ് കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പണി തന്നെ. ഓക്കെ കേസ്, അപ്പോൾ ഷോറൂം ഇവിടെ എവിടാട്ടാണ്? അതെ ആ കാണുന്നതായിരിക്കും മിക്കവാറും ഷോറൂം കേസ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. കാര്യം നമുക്ക് രാത്രി കയറുമ്പോൾ അത് എളുപ്പമായിരിക്കും. എന്തായാലും ഈ കാർ വെച്ച് ഞാൻ കുറെ നേടും മോനെ, നല്ല വിലയുള്ള സാധനം ഇത്. സാറേ അറ്റ്ലീസ്റ്റ് ഒരു സെക്യൂരിറ്റി വേണ്ടേ സാർ, അല്ലെങ്കിൽ ആരെയും കയറിയാലോ? നീ പേടിക്കാതിരിക്കടാ, ഇന്ന് രാത്രി മൊത്തം ഞാൻ ഇവിടെ ഉണ്ടാവും. നാളെ നമ്മൾ ഈ കാർ മൊത്തമായിട്ട് അങ്ങ് വിൽക്കാൻ പോകും, നല്ല പൈസയും കിട്ടും. എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ നൈസാ. എന്തായാലും ഈ കാറിന്റെ കാര്യമൊക്കെ ന്യൂസ് പേപ്പറിൽ കൊടുത്തത്, നാളെ തന്നെ പത്രത്തിൽ വരണം ഇതല്ലോ. ഓക്കെ ഓക്കെ സാർ, അതെല്ലാം നമ്മൾ ഏറ്റ്. നാളെ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. ഗൈസ് എന്തായാലും നമുക്കൊന്ന് എക്സ്പ്ലോർ. എൻ്റെ മോനെ ഗൈസ്, ഏതാ കാറ്? എടാ പുളിയടാ, എൻ്റെ അമ്മച്ചി, ആ കാറെല്ലാം നോക്കിയേ. ഈ വെടലേനകത്തിട്ട് അതാരാ? ചേട്ടാ കാറൊക്കെ സൂപ്പർ. ഞാൻ ഒരു കാറ് മേടിക്കാൻ വന്നു. ഈ കാറിന് എത്ര വരും ചേട്ടാ? നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേട്ടാ, ഞാൻ ചോദിച്ചു തന്നത് ഈ കാറിന് എത്ര റേറ്റ് വരും? ഇറങ്ങടാ എന്റെ ഷോറൂമിൽ. നിന്നെപ്പോലുള്ള പിച്ചക്കാരന്മാർക്കൊന്നും ഇവിടുന്ന് ഒരു വണ്ടിയില്ല, കിണ്ടിയില്ല, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. അവൻ കേറിയിട്ട് ചോദിക്കുന്നു, നീ ആറാ എൻ്റെ അടുത്ത് കളിക്കാൻ? നീ ഇറങ്ങടാ ഇവിടുന്ന്, ഇറങ്ങിക്കോണം. ഇനി മേലെ ഇങ്ങോട്ട് വന്നു പെരട്ട സൈക്കിളും വെച്ച് വന്നോളൂ. ഗൈസ് ഇത്ര അഹങ്കാരം ആൾക്ക്. എന്തായാലും ആദ്യം എനിക്ക് മോഷ്ടിക്കുന്ന ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പം അതും പോയി. എന്തായാലും ഇന്ന് രാത്രി ഞാൻ കയറി അവിടെ നിന്ന് എന്തായാലും 2 കാറ് ഞാൻ അവിടെ നിന്ന് പൊക്കും. ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രക്കാണ് ഗൈസ് ഞാൻ ഒപ്പിച്ചത്. ഈ ഒരു ഷോറൂമിൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു ട്രക്ക് വെക്കുന്ന അധികം ആൾക്കാർ ശ്രദ്ധിക്കില്ല. കാര്യം വണ്ടി വേറെ സ്ഥലത്തോട്ട് മാറ്റാനായിരിക്കും ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഒപ്പിച്ചത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആരും കാണേണ്ടതിൻ്റെ ബാക്കിൽ കൂടെ പോയി അവൻ അടിച്ചിടും ഗൈസ്. ഗൈസ് അപ്പോൾ എന്തായാലും അവൻ്റെ ബോധം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് CCTV ഡിസേബിൾ ആക്കാം. ഓക്കെ CCTV എല്ലാം നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുകളിൽ പോയിട്ട് കാറ് എല്ലാം കടിച്ചു മാറ്റാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അങ്ങ് തട്ടാം. ഗൈസ് അപ്പോൾ ഇവിടെ ആരപ്പാ നിൽക്കണേ? ഒറ്റയ്ക്ക് നിൽക്കുക കൊച്ചിക്കാരൻ. അവന് വണ്ടിയുടെ വില ചോദിച്ചപ്പോൾ അവൻ്റെ ഷോ ഇന്ന് അതങ്ങ് തീർത്തു കൊടുക്കടാ. ഇത് നീ ചോദിച്ച് മേടിച്ചതാ, ഇനി ചോദിക്കല്ലേ, എനിക്ക് വയ്യ. ഇനിയിപ്പോൾ ഏത് വണ്ടി എടുക്കുമെന്ന്? ഫസ്റ്റ് തന്നെ ഈ ബുഗാട്ടി അങ്ങ് എടുത്തേക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഫസ്റ്റ് തന്നെ ഇത് അങ്ങ് എടുക്കാം. ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഓക്കെ, തട്ടിയില്ല, ഭാഗ്യം. ഇനി എന്തായാലും നമുക്ക് നേരെ പുറത്തോട്ട് എടുക്കാം. പുറത്തുള്ള വണ്ടിയിലും കയറ്റിയിട്ട് ഡയറക്റ്റ് എടുത്ത് ആകുമ്പോൾ ഇരിക്കും. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടിയിലോട്ട് അങ്ങ് കയറ്റിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക കാണുന്നവരാണ് പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡെയിലി ഇങ്ങനത്തെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഈ 2ാമത്തെ വണ്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി സെയിം വണ്ടിയാണ് കേട്ടോ. ഇനി ഇതും കൂടെ നേരം കൊണ്ടുപോയിട്ട് നമ്മുടെ മിഷൻ അങ്ങ് കംപ്ലീറ്റ് ആയി. ഇനി അത് വീട്ടിലോട്ട് കൊണ്ടുപോകണം, അത് വേറെ മിഷൻ. ഇത് ഇച്ചിരി പാടാടെ ഇറക്കാൻ. ഓക്കെ, അവിടെ ഉറങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ വിജയകരമായി അടിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളും ഇവിടെ നടന്നിരിക്കുന്നു. ഒന്ന് വണ്ടികൾ എടുക്കാൻ പറ്റി, 2ാമത് അവന് കൊടുക്കാനും പറ്റി. യെസ്, എന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ പോകും. സമയം നമ്മൾ വീടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നതൊന്നും ആരും കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി കയറിയിട്ട് നേരെ സിമിയോണ്ട് അനിയനെ വിളിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ 2 വണ്ടികൾ നമ്മളവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബുഗാട്ടി പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു കാർ. ഓക്കെ, അപ്പോൾ എനിക്ക് വണ്ടികൾ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഈ വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.